രണ്ടാമത്തെ മീനാണ് കോസ്റ്റ് ബ്ലേഡ് സ്പിന്നിങ് കേട്ടാ. ഡ്യുവൽ ടിപ്പായിട്ടാണ് പറഞ്ഞത് കേട്ടോ. പീസൊക്കെ ഒന്നും പറയാനില്ല, നല്ല ഒരു ക്ലാസിക് ഫിനിഷിംഗ് ഉള്ള ബെഡ് പീസാണ്. ഇതിൻ്റെ ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡിനെ കുറിച്ചുള്ള വീഡിയോ 2-3 നമ്മൾ ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ സ്പിന്നിങ്ങിൻ്റെ റോഡിൻ്റെ കേസ് നോക്കിയത്. അത്യാവശ്യം നല്ല റിസൾട്ട്, ആക്യുറേറ്റ് ആയിട്ടുള്ള കാസ്റ്റിങ്, നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസും പെർഫെക്റ്റ് ഹുക്കപ്പ് റേഷ്യോയും കിട്ടുന്നുണ്ട്. മീനിൻ്റെ മിസ്സിങ് വളരെ കുറവാണ്. ചെറിയ മീനുകൾ തെറിച്ച് വീണാൽ പോലും ഹുക്കപ്പ് ആവുന്നുണ്ട്, മിസ്സാകുന്നില്ല. താല്പര്യം ഉള്ളവർക്കിത് വലിയ താമസമില്ലാതെ ഷോപ്പുകളിൽ അവൈലബിൾ ആവും. അന്നേരം ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്യുവൽ ടിപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് സിഗ്മിനി എടുക്കണല്ലോ കന്നഡ. അപ്പോൾ നമ്മൾ ഒരു വയർ ലീഡർ എടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം വാഹാഴ്ചയിൽ പൊട്ടിച്ചിട്ട് പോയത്. നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ നിർമ്മലയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചുണ്ട് കൂടെ. നമ്മുടെ നിർമ്മല ട്രേഡിംഗ് കമ്പനിയുടെ ലൊക്കേഷൻ ഒന്ന് മാറിയത് ഞങ്ങൾ കുറച്ച് തെറ്റി മാർക്കറ്റ് റോഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് വന്നിട്ട്. ശരിക്ക് വരേണ്ട ലൊക്കേഷൻ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ സരിത തിയേറ്ററിൻ്റെ മുൻവശത്തായിട്ട് മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മാർക്കറ്റ് റോഡ് കയറി കഴിഞ്ഞിട്ട് സെയിൻറ്റ് മേരീസ് സ്കൂൾ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിർമ്മല ട്രേഡിംഗ് കമ്പനി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നിർമ്മല എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. സാധനം ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അതെ, നമ്മൾ നിർമ്മല എത്തിയിട്ടോ. നമുക്ക് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ അതെ കുറച്ച് ബ്രാവോ ഫുഡ്, പിന്നെ അതെ മികായിലിൻ്റെ ജിഗിൻ്റെ കളക്ഷനും, പിന്നെ അപ്പുറത്ത് ലുക്കാന അവൻ്റെ നമ്മുടെ ജിഗ്, പിന്നെ ജിഗ് പിന്നെ നമ്മുടെ സ്മോക്കി, പിന്നെ അങ്ങനെ കുറച്ച് സ്കിപ്പർ, അങ്ങനത്തെ കുറച്ച് ലൂർ, പിന്നെ ക്യാപ്രി, അങ്ങനെ ലുക്കാന കളക്ഷൻ, പിന്നെ അവൻ്റെ കുറച്ച് ജിഗഡും, പിന്നെ പ്രൊപ്പല്ലർ പോലുള്ള, പിന്നെ മസ്റ്റാർഡ്, BK അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ്. അതെ, ഇത്രയും ഇത് സാധനങ്ങൾ. പിന്നെ അറിയാം പിന്നെ അപ്പോൾ നല്ല കിടക്കാച്ചി കളക്ഷനുകൾ ഇഷ്ടം പോലെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം പേര്. അടിയിട്ട് നമ്മളെ വേറെ ഇഷ്ടം പോലെ ഫ്രോയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്രാവ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതെ ലുക്കാനയുടെ കുറച്ച് തവളകളുടെ റെയിൻബോ ഫ്രോഗ്. അപ്പോൾ നമ്മൾ ഒരു വയർ ലീഡർ എടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം വാഹാഴ്ചയിൽ പൊട്ടിച്ചിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വയർ ലീഡർ എടുക്കുന്നുണ്ട്. ഇതാണ് സാധനം കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ലൂസും കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ക്ലോസ് പിക്ചർ എടുത്തു. അതെ, ആളാണ്ട് എനിക്ക് എടുക്കുന്നു. ഒരെണ്ണം കൂട്ടി തന്നെ 5 കളർ. ഏതാണ് ഞാൻ ഇഷ്ടത്? എത്രയാണ് വില? അത് 150. രണ്ടെണ്ണോ? എനിക്കാണോ? ഓറഞ്ച് ഓർ ഗ്രീൻ, ഏത് വേണം? ഓറഞ്ച് ഓർ ഗ്രീനാ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓറഞ്ച് പറഞ്ഞു. ബ്ലാക്ക് ഓർ ബ്രൗൺ? ബ്ലാക്ക് എടുത്താലോ? അങ്ങനെ ബ്ലാക്ക് എടുക്കാം. ടൂൺ ഫ്രോഗ് ഉണ്ടോ? ടൂൺ ഫ്രോഗിൻ്റെ ഓരോ കളർ അല്ല, അതേപോലെ കളറ്. അപ്പോൾ അതേ നമ്മൾ സ്കിപ്പറിൻ്റെ 2 കളർ, 40 mm സൈസ്, 5.8 gram, 6 gram. നമ്മുടെ ടൂൺ ഫ്രോഗിൻ്റെ സെയിം മോഡൽ സ്പിന്നറും അതേ ഏകദേശം സ്പെസിഫിക്കേഷൻ ഒക്കെയാണ്. സൈസ് ഒരു പൊടിക്കും കൂടി വലുതാണ്. എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട്, 2. അതേ നമ്മൾ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ചീറ്റോൻ്റെ ഓറഞ്ചുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ചേർന്നടിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും നമുക്ക് നോക്കാം. ചേർന്ന് ബ്രാല് പിടിക്കട്ടോ. ചെറിയ സൈസാണ്, അറിയാലോ. 40 mm സൈസാണ് തോന്നുന്നു. 50 mm 12 gram ഉണ്ട് കേട്ടോ. പിക്ക് ചെയ്യാൻ അവസരം കൊടുക്കേണ്ട ഏത് കളർ വേണമെന്ന്. റെഡ് ഹെഡ് ഇല്ലെങ്കിൽ ഓറഞ്ച് ലോട്ട്, ഏത് വേണം നിനക്ക്? റെഡ് എന്ന് പറഞ്ഞാൽ
റിസൾട്ട് ഉണ്ടാവും. റെഡ് ഉണ്ട്. റെഡ് മതി. കൺഫേം. ഓക്കെ. അത് ഞാൻ റെഡ് സെലക്ട് ചെയ്തു. ഞാൻ അത് തന്നെ എടുത്തിട്ട് ഡ്യുവൽ കളർ 13 ഗ്രാം ഫ്ലോട്ടിംഗ് ആണ്. 55 mm കേട്ടോ. അത്യാവശ്യം നല്ല പൊന്തി കിടക്കും. ചെറുമീനെ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പുല്ലുമേന്ന് ഇറക്കിയിട്ട് 2 കുടുക്കി അടിക്കുന്നു. അപ്പോൾ ഗോസ്റ്റ് ബ്ലേഡ്. അതായത് നമ്മൾ ജോസറിൻ്റെ സാധനം മേടിക്കേണ്ട. നമ്മൾ ബെയ്റ്റ് കാസ്റ്റിംഗ് യൂസ് ചെയ്ത് നല്ല അടിപൊളി റോഡായിരുന്നു. നല്ല ഹുക്കപ്പ് റേഷ്യോ, ആക്യുറേറ്റ് കാസ്റ്റിങ്, നല്ല അടിപൊളി മീൻ അടിച്ചാൽ മീൻ മിസ്സാവില്ല. ആ റോഡാണ് ബെയ്റ്റ് കാസ്റ്റിംഗ്. സ്പിന്നിങ്ങും ഓൾമോസ്റ്റ് അതേ സെയിം തന്നെയാണ്. ഡ്യുവൽ ടിപ്പാണ്. എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ അടുത്തായിട്ട് സിഗ്മിനി എടുക്കണല്ലോ. കാനഡ. ഇത് 45 mm 3 ഗ്രാം. പരൽ ഉൾപ്പെടെ എല്ലാവരും അടിക്കുന്നുണ്ട്. വറ്റം പാലാങ്കണ്ണി എല്ലാം പണ്ടാറും അടിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും എടുക്കേണ്ടത് ചെമ്പല്ലിയൊക്കെ അടിച്ചെന്ന് പറയുന്നുണ്ട്. എന്തായാലും റെഡ് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത് പിന്നെ ഒരു ജിഗ് എടുക്കണ്ടേ. റെഡ് നല്ല സ്ഥലത്താണ്. എന്തിൻ്റെ ഒരു 5 ഗ്രാമിൻ്റെ റെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിൽവർ എടുത്തു. സിൽവർ കൂടി എടുക്കണ്ട. സിൽവർ ആണോ ബ്ലൂ ആണോ? അല്ലേ സിൽവർ കൊണ്ട് എടുക്കണ്ടേ. ഓക്കെ, 2 പിന്നെ സിഗ്മിനി. പിന്നെ അടുത്തത് നമ്മൾ ലക്ഷ്യം. അടുത്തായിട്ട് നമ്മൾ ഇത്രയും ഓഫറുകൾ ഇരിപ്പുണ്ട്. നന്നായിട്ട് മീൻ അടിച്ചായിരുന്നു കേട്ടോ. ഈ 1 2 3 കളേഴ്സിൽ എനിക്ക് മീൻ അടിച്ചായിരുന്നു. അപ്പോൾ നമ്മളതിൽ ഫയർ ടേക്കർ ഗാല ഉൾപ്പെടെ അടിച്ചായിരുന്നു കേട്ടോ. ഇതിൽ ഫയർ ടേക്കറിന് ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇതേ നമ്മളെടുത്ത ഐറ്റംസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു ടേബിൾ സാധനം എടുത്തേണ. ഒരു നോവ 65, പിന്നെ ഒരു സ്കിപ്പർ 40 mm, 2 സ്കിപ്പർ ബ്ലാക്ക് കളർ സ്കിപ്പറിന് 40 mm, പിന്നെ സ്മോക്കി ഒരു 50 mm 3 ഗ്രാം 3.5. പിന്നെ സിഗ്മിനി പറഞ്ഞ റെഡ്, പിന്നെ ഒരു ചീറ്റോ, പിന്നെ 2 മിഗായൽ ജിഗ്. ഓക്കെ, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മീൻ കിട്ടും. ഇതിന് നീങ്ങിയിട്ടുണ്ട്, പഴയ സ്ഥലത്തല്ല കടയിരിക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ. കളക്ഷൻ ബ്രൗണിൻ്റെ ലുക്കാനുണ്ട്. ആളാണ്ട് ഹെൽപ്പ് ഒക്കെ ചെയ്തു തന്നാ. ആർക്കും പെട്ടെന്ന് സെറ്റാക്കി തരും. ഓക്കെ, ഒരു കവർ കൊടുക്കോ. അതെ, ഇത്രയും ഇത് സാധനങ്ങൾ. ഗോസ്റ്റ് ബ്ലേഡ് എന്ന് പറഞ്ഞ റോഡ്